ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. അമ്മയുണ്ട്, അനിയനുണ്ട്. സോ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, പക്ഷെ നമ്മൾ അവിടെ എത്തണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നടക്കാൻ അത്യാവശ്യം സുഖമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പാടായിരുന്നു. അമ്മ എടാ കണ്ണ ഇങ്ങ പോയി. ഗൈസ്, ഇവിടെ നിന്ന് കൈകൊട്ടിയാ ഈ കൈകൊട്ടുന്ന ശബ്ദം ഇതോ അവിടെ, അതായത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെയാണോ? പക്ഷെ ഇവിടെ അല്ല. കിട്ടില്ല മക്കളെ. വാ, അവിടെ ഒന്നും കേൾക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് അടിക്കണമായിരിക്കും. വേണ്ട, കൈകൊട്ടണ, പെട്ടെന്ന് കൈകൊട്ട്. ഗൈസ്, നമ്മൾ സത്യം പറഞ്ഞാൽ കൈതൊട്ടി നോക്കി, പക്ഷെ ഇവിടെ ശബ്ദമൊന്നും കേട്ടില്ല. അവിടെ കറക്റ്റ് ഇവിടെ അയാളൊന്നും ചെയ്തപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ കേട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കിട്ടുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനൊരു സംഭവം ഉണ്ട്. കറക്റ്റ് ഇവിടെ നിന്ന് കൈകൊട്ടി കഴിഞ്ഞാൽ അതോ അവിടെ ശബ്ദം കേൾക്കും. ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു തവണ കൈകൊട്ടി നല്ലൊരു പരിപാടിയാണല്ലോ. കാരണം ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി തിങ്ങാണ്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് കൈകൊട്ടി അവിടെ കേൾക്കുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇത് കുറേ ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ ഇങ്ങോട്ട്. സോ നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഫോർട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ ഫോർട്ട് നമ്മൾ താഴേന്ന് മുകളിലേക്കല്ലേ ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് മുകളിൽ നിന്ന് താഴേക്കാണ്. ഒറ്റ കല്ലാണെന്ന് എനിക്ക് ഷുവറല്ല, ബട്ട് മുകളിൽ നിന്ന് താഴോട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. കാരണം നല്ല കല്ലും മുള്ളും ഒക്കെയാണ്, വീണാൽ പെട്ടെന്ന് മുറിയും. സോ അതുകൊണ്ട് ഇവിടെയാണ് ദർബാർ കേട്ടോ. ഇവിടെ അല്ലേ ഇവിടെയാണ് ധീര ഫിലിം ഷൂട്ട് ചെയ്തത്. ഇവിടെ. സോ നമ്മളിവിടെ നിന്ന് എങ്ങോട്ടോ പോവാണ്, കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും പുറകിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എവിടെ ക്യാമറ വെച്ചാലും അത്യാവശ്യം നല്ല വ്യൂ ആണ്. രണ്ട് കൂടെ നമ്മൾ ഇത് ബാറ്റബ് ആണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കണ്ടിട്ട് ഒരു ബാറ്റബ് പോലെയൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ. ഐ അസ്യൂം ഇറ്റ് ഈസ് എ ബാറ്റബ്. ഇത് റാണിയുടെ മേക്കപ്പ് റൂമാണ്. ഇത് റോസ് വാട്ടർ നിറയ്ക്കുന്ന ടബാന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. അന്ന് റോസ് വാട്ടറിലാണ് രാജ്ഞി കുളി. കല്ലും മുള്ളും താണ്ടിയ വഴികളിലൂടെ ഞങ്ങളും നടക്കുകയാണ് ഗൈസ്. ഓക്കെ, നല്ല ദൂരമുണ്ട്, പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ദൂരത്തിനിടയ്ക്ക് ഇതോ അവിടെ എത്തണം. നമുക്ക് ഈ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വ്യൂ ഒന്നും ആസ്വദിക്കാൻ സത്യം പറയാൻ പറ്റുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന സർവീസ് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാൽ കുറേ ആൾക്കാരത് ചെയ്യും കേട്ടോ. ഇവിടെ അതങ്ങനെ ഒരു ബന്ധം ഞാൻ എന്തായാലും അത് ചെയ്തന്നെ. ഒരു നടക്കുന്നതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണെങ്കിൽ കൂടിയും അതൊരു പറ്റുന്നില്ല. നടന്ന് കുറേ വയ്യാണ്ടായി. ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളെടുത്തില്ല. ബാഹുബലി ഫസ്റ്റിലെ പാർട്ട് 1 കാണിക്കും. ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മളിനി ഇതോ ആ സ്റ്റെപ്പ് കയറി ഇതോ അവിടെ എത്തണം. അവിടെ ഒരു നല്ല രസമുണ്ട് കേട്ടോ, ആ ഒരു ക്ലൗഡ് കാണാൻ. നടക്കണം കേട്ടോ. പിന്നെ സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടി വീഴും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതർവൈസ് എക്സ്പീരിയൻസ് നടന്നിട്ട് വയ്യ. പക്ഷേ കൊള്ളാവോ? ഇതിലേതൊരു പാർട്ടാണ് ഇഷ്ടപ്പെട്ടത്? നക്ഷത്രങ്ങളെല്ലാം
ഇതെന്നാണ് ബിൽഡ് ചെയ്തത്, അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? ഇത് 529 years മുമ്പാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. ഐ ഡോണ്ട് നോ. കണ്ടോ, ഈ ഫോർട്ടിൻ്റെ എവിടെ എത്തണം നമ്മളത് ഇപ്പം ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. വെയിലില്ലെങ്കിലും അമ്മ കുട പിടിച്ചിട്ട് പോകണം. പക്ഷെ ഇപ്പോൾ ഒരു വെയിൽ മാറി ഒരു മഴ കോള് വരുന്നുണ്ട് കേട്ടോ. ഒരു മഴയാണെന്ന് തോന്നുന്നു. മഴ മിക്കവാറും പെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കുറച്ചൊരു ക്ലൗഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പുണ്ട്. നമ്മൾ ഈ ഡയറ്റ് ചെയ്ത് ജിമ്മിലൊക്കെ പോകുന്നവർ ഒരു ദിവസം 2 നേരമൊന്നും വേണ്ട, 1 നേരം ഇത് ഇറങ്ങി കയറിയാൽ നന്നായിരിക്കും. അത് ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ. അത്രയ്ക്കുണ്ട് ഇത് കയറാൻ. ഞാനിനി ആ ഫോർട്ടിൻ്റെ മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിറകിലേക്ക് നോക്കിയാൽ ആ കൊട്ടാരം മുഴുവൻ കാണാം. ഇവിടെ നിന്ന ഹൈദരാബാദ് സിറ്റി മുഴുവൻ കാണാം കേട്ടോ. ഇവിടെ നമ്മളിനി ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കുറച്ചുനേരം അവിടെ ഇരുന്നിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഇത് നോക്കി മേഘം. ഇവിടെ നോക്കുമ്പോൾ മേഘമൊക്കെ ഭയങ്കര അടുത്ത പോലെ. കാൺഹാ. സോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും 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 മേഘങ്ങളുടെ കൂടെ നടന്ന് 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 നമ്മൾ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് തീർന്നു, നമ്മൾ ടോപ്പിലെത്തിന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് തീർന്നില്ല. ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്കിതേ അവിടെ എത്തണം. ഞാൻ പോണില്ല എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നെ പോകാമെന്ന് വെച്ചാൽ ആ റിസ്ക് ഏറ്റെടുത്തു. വീണ്ടും കയറാണ്. അവിടെ ചെന്നിട്ട് മുകളിലോട്ട് വീണ്ടും പോകണമെങ്കിൽ എൻ്റെ കിളി പോവും. സത്യം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വന്ന് വീഴും എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ് ഗൈസ്. എൻ്റെ ഒരു ആത്മാർത്ഥത. ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി. ഹലോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗോൽക്കൊണ്ട ഫോർട്ട്. ഇത്രേ ഉള്ളൂ എന്നല്ല, ഒരുപാട് കാണാനുണ്ട്. ഞങ്ങൾ ഈ ടോപ്പിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ലോങ് വീഡിയോ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.